എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മഞ്ജിമ സ്ലീപ്പിംഗ് പിൽസ് ഒക്കെ കഴിച്ച് അങ്ങനെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് കഴിയുമ്പോഴത്തേനും ആകെപ്പാടെ സമനില തെറ്റിയ പോലെ ആയിരുന്നു സ്വപ്നവല്ലിക്ക്. അതിനുശേഷം ഐസിയിലേക്ക് മഞ്ജുമേനെ കയറ്റണ സമയത്ത് ഇഷിത കയറാൻ തുടങ്ങിയപ്പോഴത്തേനും സ്വപ്നവേലി സമ്മതിച്ചില്ല. സ്വപ്നവേലി പറഞ്ഞു, ഇവിടുന്ന് ഒരടി നീ മുന്നോട്ട് വെക്കരുതെന്ന് പറയണേ. പക്ഷേങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, എന്ത് പരിപാടി നിങ്ങൾക്ക് പറയണേ, ഇവിടുത്തെ CMI ആണ് ഡോക്ടർ ഇഷിത. ഇഷിതയുടെ കേരളം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം ഇരിക്കണമെന്ന് പറയാം. ഇവള് കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇവളാണ് എൻ്റെ കുഞ്ഞിനെ ഈ പരുവത്തിനാക്കിയിട്ട്. ഇനി ഇവിടെ അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇത്രയെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ആ ജീവൻ ഇവൾ എടുക്കുമെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇതേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. ഇഷിത ഒരു ഡോക്ടറാണ്. ഇഷിതയ്ക്ക് ഒരിക്കലും ഇങ്ങനെയും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഡോക്ടറാണോ ഇവളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായൊന്നും അറിയത്തില്ല എന്നിട്ടാ. ഇവള് ക്രൂരയാണ്. ഇവളൊരു പിശാശായതുകൊണ്ടാണ് ഇവളിങ്ങനെ ചോര ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ ഇവളെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെ ഇവളെ ചോര ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയണം. അത് കേട്ടപ്പം ഇഷിതയ്ക്കാണ് ആകെപ്പാടെ സങ്കടമൊക്കെ വന്നു. പിന്നീട് ഇഷിത ഡോക്ടറോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഡോക്ടർ നോക്കിക്കോ, ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറയണം. ഈ സമയത്ത് മഹേഷിന് നല്ല സങ്കടമൊക്കെ വന്നു. കാരണം ഇഷിത തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് അറിയാം. പക്ഷേ എങ്കിൽ സ്വപ്നവല്ലി ഇങ്ങനെ ഇഷിതയെ കുറ്റപ്പെടുത്തുന്ന കാണുമ്പോഴത്തേനും മഹേഷിന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. മഹേഷ് വന്നിട്ട് പറഞ്ഞു, അമ്മ എന്തൊക്കെയാ വിളിച്ച് പറയണേ, ഇതൊരു ഹോസ്പിറ്റലാണെന്നൊരു ബോധം വേണമെന്ന് പറയണം. അറിയാടാ, എനിക്കറിയാം ഹോസ്പിറ്റലാന്നുള്ള കാര്യം. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടല്ലോ, പിന്നെ ഞാൻ ഒന്നിനെ വെറുതെ വിടാൻ പോകുന്നില്ല. ഈ സ്വപ്നവല്ലി ആരാന്ന് എല്ലാത്തിനും ഞാൻ ശരിക്കും അറിയിക്കും എന്നൊക്കെ പറയണം. മഹേഷ് പറഞ്ഞു, അതെ മഞ്ജുമേച്ചി ബുദ്ധിമോശം കാണിച്ചാന് അതിന് ഇഷിതേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മഞ്ജുമേച്ചിക്ക് ബുദ്ധിയും ബോധമില്ലാത്ത ചെയ്തോണ്ടാ കൈലാസിനെ പോലുള്ള ഫ്രോഡിന്റെ കാര്യം. അവൻ എന്താ ഏതാ എങ്ങനെയൊന്നും ഈ പറഞ്ഞ മഞ്ജുമേച്ചിക്ക് ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് കാണിച്ചു കൂട്ടുന്ന ഓരോന്ന് പറയണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് ഒരു വൃത്തികെട്ടവനാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സ്വപ്നവല്ലി പറഞ്ഞു, ഇനിയിപ്പം നിനക്ക് അങ്ങനെ തോന്നൂടാ. നിന്റെ ഭാര്യയുടെ ഒപ്പം ചേർന്നിട്ട് നീ അവളെ തകർക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്തേ. പാവം എന്റെ മോള് സങ്കടം സഹിക്കവയ്യാതെ അങ്ങനെയൊക്കെ ചെയ്താന്ന് പറയണം. മഹേഷിന് മനസ്സിലായി അമ്മയോട് ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള കാര്യം. പിന്നീട് ഇഷിത എന്ത് ചെയ്യണം, മഹേഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മഹേഷ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു മാറ്റിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു, അമ്മയോട് ഇനിയിപ്പോൾ തൽക്കാലത്തേക്കൊന്നും പറയണ്ട, നോക്കട്ടെ എന്താ ഏതാന്നൊക്കെ നോക്കാമെന്ന് പറയണം. അല്ല മഞ്ജുമയ്ക്ക് എന്തെങ്കിലും സാരമില്ല, മഞ്ജുമേച്ചിക്ക് ഒന്നും വരാതിരിക്കാൻ നോക്കാം എന്നൊക്കെ പറയണം. ഇപ്പം ഞാൻ അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സംശയം കൂടത്തുള്ളൂ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത തൻ്റെ ക്യാബിനിലേക്ക് പോവാണ്. ആ സമയം മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു പക്ഷേ മഞ്ജുമേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ, കൈലാസ് എന്ന ദുഷ്ടം കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചേ, പക്ഷെ അയാളുടെ ദുഷ്ടത എതിരായിട്ടും മനസ്സിലാക്കാൻ ചേച്ചിക്ക് സാധിച്ചില്ലോ എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു രചനയുടെ ഉള്ളിൽ. കാരണം ചിപ്പിമോളും വീണ്ടും ഇഷിതയുടെ അടുത്തേക്കായി. ചിപ്പി ഇഷിതയെ ഒന്നായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. പിന്നീട് ആകാശം അങ്ങോട്ടേക്ക് വരുവാണ്. ആകാശം അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും രചന എന്ത് ചെയ്യണം, തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആകാശം, നീ വിഷമിക്കാതിരിക്കാം, നമുക്കൊരു കാര്യം ചെയ്യാം, ട്രാക്ക് മാറ്റി പിടിക്കാം. ഒരു ഇനിയിപ്പം ചിപ്പിമോളെ അവർക്ക് കിട്ടരുത്. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ എന്തിനു വരും ഞാൻ നിന്റെ കൂടെയാണെന്ന് പറയണം. ആ മകേഷിനെ നമുക്ക് തകർക്കണം, അതാ വേണ്ടതെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം രചന പറഞ്ഞ കാര്യമൊക്കെ കാര്യം തന്നെയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യയുടെ സ്വഭാവത്തിൽ ഇപ്പം നല്ല മാറ്റമുണ്ട്. അവൻ പഴയതുപോലെ ഒന്നും അല്ല. അവന് എന്നോടോ അല്ലെങ്കിൽ പിന്നെ ഇപ്പം ആകാശിനോടോ അധികം താല്പര്യമൊന്നും കാണിക്കുന്നില്ല എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആകാശ് പറഞ്ഞു, ഞാനും അത് ശ്രദ്ധിക്കായിരുന്നില്ല, പക്ഷെ അവനെ നമുക്ക് വീണ്ടും എടുക്കണ്ടേന്ന് ചോദിക്കണം. അത് കേട്ടപ്പം രചന പറഞ്ഞു, വേണം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയണം. ആകാശ് പറഞ്ഞു, നീ സമാധാനപ്പെട്, എന്താണെങ്കിലും ഇനിയിപ്പം നമുക്കൊരു സന്തോഷ വാർത്ത ഉണ്ടല്ലോ. ആ കൈലാസ് അവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. അവനാണ് ഇനി നമ്മുടെ തുറുപ്പിച്ചിട്ട്. ശത്രുപാളയത്തിൽ നമുക്കൊരു ആളുണ്ടാവുന്നേ നല്ല കാര്യമല്ലേ, ഒരു ചാരനുണ്ടാവുന്ന നല്ല കാര്യമല്ലേ. അങ്ങനെയാണെങ്കിൽ കൈലാസനെ വെച്ച് തന്നെ നമുക്കൊരു കളി കളിക്കാം. നീ ധൈര്യമായിട്ടിരിക്കും രചന, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ അവൻ്റെ പതനമായിരിക്കും, ആ മഹേഷിൻ്റെ പതനമായിരിക്കും നമ്മൾ കാണാൻ പോണേന്നൊക്കെ പറയാണ്. ഈ സമയം ആദ്യ പതിവ് പോലെ തന്നെ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിലേക്ക് പോയി ആദ്യത്തെ 1-2 പീരീഡ് കഴിഞ്ഞു. മൂന്നാമത്തെ അവർ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ആദ്യം പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് അവൻ്റെ ക്ലാസ്സിലുമായിട്ടുള്ളൊരു കുട്ടിയായിട്ട് ആദ്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ 1-2 പറഞ്ഞ് പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേനും അവന് ആദ്യം കളിയാക്കി. നാണമില്ലോടാ, നിനക്ക് എത്ര ഡാഡി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യക്ക് സഹിച്ചില്ല. ആദ്യം എന്ത് ചെയ്യാണ്, അവനെ ഇടിക്കുവാണ്. അവസാനം അവൻ്റെ മൂക്കിടിച്ച് പരത്തി. അവൻ്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്നു. അങ്ങനെ വന്നപ്പം അവനാണ് അലറി കരഞ്ഞ് അവിടെ വെച്ച്. അപ്പത്തിനും പിള്ളേരൊക്കെ ഓടിക്കൂടി ആകപ്പാടെ പ്രശ്നമായി. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാണ്,
അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴത്തേനും അവൻ്റെ പേരൻസിനെയൊക്കെ വിളിച്ചു വരുത്തി അവനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഈ സമയത്ത് രചനയെ വിളിച്ചിട്ട് സ്കൂളിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ആദ്യം അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. ആദ്യക്കാണെങ്കിൽ യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ഈ സമയം ആ കുട്ടീനെ കൂടെ നേരെ സിറ്റി ഹോസ്പിറ്റലിലേക്ക്, ഇഷിതയുടെ ഹോസ്പിറ്റലിലേക്കാണ് അവരെത്തുന്നത്. അങ്ങനെ ആ കുട്ടിയെ പരിശോധിക്കാനായിട്ട് ഇഷിതയാണ് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ഇഷിത ചോദിച്ചു, എന്ത് പറ്റിയതാ, കാര്യം എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അവൻ പറഞ്ഞ് സ്കൂളിൽ വെച്ചൊരു പ്രശ്നം ഉണ്ടായതാ, ഒരു ചെറുക്കം പിടിച്ചിട്ട് ഇടിച്ചാന്നൊക്കെ പറയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത ചോദിച്ചു, ആരാ എന്താന്നൊക്കെ ചോദിച്ചും പറഞ്ഞു, ഊട്ടിയിലെ ബോർഡ് സ്കൂളിൽ നിന്ന് അങ്ങോട്ട് വന്ന ഒരുത്തനാ, അവൻ്റെ പേര് ആദിത്യനും എങ്ങോട്ടാന്ന് പറയണോ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയും ഞെട്ടി. ഇഷിത ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല. ഇതിപ്പോൾ ആദ്യമല്ലേ, മകേഷിൻ്റെ മോനല്ലേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് പറഞ്ഞു, ഇത് അവൻ്റെ പക്ക ഫ്രോഡ് കുട്ടിയാണ്, അവനെപ്പോലുള്ളവരുടെ ആ സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പോലും പാടില്ല. എന്താണെങ്കിലും ഇന്നത്തോടു കൂടി അവനെ TC കൊടുത്ത് അവൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടും പ്രിൻസിപ്പാൾ എന്നൊക്കെ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇഷിത വല്ലാത്തൊരവസ്ഥയായിപ്പോയി. കാരണം ആദ്യം പോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു അപകടത്തിലേക്ക് തന്നെയാണ്. കാരണം അവൻ്റെ സ്വഭാവം നേരെയാക്കിയില്ലെങ്കിൽ ഇനിയും വലിയ കുഴിയിലേക്ക് അവൻ ചെന്ന് ചാടും. ഇതുപോലെയൊക്കെ ആയിരിക്കും അവൻ്റെ ജീവൻ തന്നെ നശിച്ചു പോകുന്ന ഇഷിതയ്ക്ക് മനസ്സിലായി. പിന്നീട് അവനെ ആ കുട്ടീനെ പരിശോധിച്ച് നോക്കും, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞു, ഞങ്ങൾ എന്തായാലും കേസ് കൊടുക്കാൻ പോവാ, ഇനിയിപ്പോൾ ഇതിങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് പറയണം. ആ സമയം ഇഷിത പറഞ്ഞു, തൽക്കാലത്തേക്ക് ഇപ്പം നിങ്ങൾ കേസിനൊന്നും പോവരുത്. അറിയാലോ, കേസിന് പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാവി നശിച്ചു പോകും. ഒരു പക്ഷേങ്കിൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും, ഒരു കാര്യം ചെയ്യാം, അവനെ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കോംപ്രമൈസിന് ഒട്ടും തയ്യാറായിരുന്നില്ല. പിന്നീട് ഇഷിത പറഞ്ഞു, ഒരു കുട്ടിയുടെ ഭാവിയെ കരുതിയെങ്കിലും ഇഷിത അങ്ങനെ അവരോട് കാലുപിടി സംസാരിക്കുന്നൊക്കെയുണ്ട്. കാരണം ആദ്യക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും ഭാവിയിൽ. അത് മാത്രമല്ല അവൻ്റെ സ്വഭാവം ഒന്നുകൂടെ വഷളായി പോകത്തുള്ളൂ. അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവന് സ്നേഹം കൊടുത്ത് വേണം നേർവഴിക്ക് കൊണ്ടുവരാനെന്ന് ഇഷിതയാണ് മനസ്സിലാക്കിയ ചില ചിന്തകളൊക്കെ വരുന്നുണ്ട്. ആ സമയം രചന സ്കൂളിലേക്ക് വരുവാണ്. സ്കൂളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയണേ. ഇതറിഞ്ഞു കഴിയുമ്പോഴത്തേന് രചനയ്ക്ക് സഹിച്ചില്ല. പിന്നീട് രചനയോട് പ്രിൻസിപ്പൾ പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാല് ഇതുപോലെ ഇങ്ങനെയൊക്കെ മോൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല. ഇവൻ ഊട്ടിയിലെ സ്കൂളിൽ വല്ല ഹീറോ ആയിരിക്കും, പക്ഷേ ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനത്തെ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായ ശിക്ഷ കിട്ടുമെന്ന് പറയണം. ഇനി ഇങ്ങനെ എന്തെങ്കിലും ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് വാണിങ്ങാ, ഇനിയൊരു ഇതുണ്ടാകത്തില്ല. മുമ്പ് ഇതുപോലെ തന്നെ ഇവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ രചന നാണം കെട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് മഹേഷിൻ്റെ അടുത്ത് എന്നിട്ട് ഇഷിത കാര്യങ്ങളൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിനും അറിയില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. പിന്നീട് ഇഷിത മഹേഷിനോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, എങ്ങനെയെങ്കിലും ആദ്യം രക്ഷിക്കണം. ആദ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് അവനെ കൊണ്ടുവരണമെങ്കിൽ, തിരികെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടണമെന്ന് പറയണം. അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ആകെപ്പാടെ മഹേഷിന് ടെൻഷനാ. ഒരു വശത്ത് ഇപ്പം മഞ്ജുമ കിടക്കുന്നു, ഇപ്പോഴാണ്ട് ആദ്യയുടെ പ്രശ്നം കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നീട് ഇഷിത പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് നോക്കാം എന്താ വരുന്നത് എന്നൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മഹേഷിനെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയം പിന്നീട് ആദ്യം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും രചനയ്ക്കാണ് നല്ല ദേഷ്യമായിരുന്നു. സ്കൂളിൽ വെച്ചൊന്നും പറയാൻ പറ്റില്ല അധികമൊന്നും. പിന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആദ്യയുടെ അടുത്തേക്ക് രചന അങ്ങോട്ട് ചെന്നു. രചന എന്നിട്ട് പറഞ്ഞു, എടാ നീ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണോ തല്ലുണ്ടാക്കാനായിട്ട് പോകുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു, ഞാൻ ആരോടും തല്ലൊന്നും ഉണ്ടാക്കിയില്ലെന്ന് പറയാം. എടാ തല്ലുണ്ടാക്കാഞ്ഞിട്ടാണോ നീ ആ ചെക്കനെ പിടിച്ചിട്ട് തള്ളിയിട്ടതും പിന്നെ അവൻ്റെ മൂക്കിടിച്ച് പരുത്തുകയും ചെയ്തതെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം പറഞ്ഞു, പിന്നെ അവൻ അങ്ങനത്തെ വർത്താനം പറഞ്ഞിട്ടാ, ഇനി പറഞ്ഞിട്ടുണ്ട് ഇനിയും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആദ്യം നിന്റെ ഈ സ്വഭാവമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചോണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവസാനം രചന പറയുന്നതിനൊക്കെ തറുതല തന്നെ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആദ്യം പറഞ്ഞു, ദേ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു, എടാ ഇതൊക്കെ ഡാഡി അറിഞ്ഞിട്ടുണ്ട്, ഡാഡിക്ക് എന്ത് വിഷമമാവെന്നാ അറിയാവുന്ന ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു, ഡാഡിയോ, ഏത് ഡാഡി, എനിക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ രചന ഇങ്ങനെ അന്തം വിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഡാഡി 2-3 ഡാഡി എനിക്കുണ്ട്, അതിൻ്റെ പേര് ഞാൻ എത്രമാത്രം നാണം കിടുന്നുണ്ടെന്ന് അറിയാമെന്ന് ചോദിക്കുകയാണ്. എന്ത് മറുപടി പറയാനാ? രചനയുടെ തലയിലൊരു ഇടുത്തി വീണ അവസ്ഥയിൽ രചന ആകെപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനി അധികം വൈകാതെ തന്നെ ഇഷിത ആദ്യയെ പോയി കാണും. ആദ്യം കൂട്ടിക്കൊണ്ട് വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.